ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. രാം ചരൺ നായകനെത്തിയ ശങ്കർ സംവിധാനം ചെയ്ത സംക്രാന്തി റിലീസ് തെലുഗു ബിഗ് ബഡ്ജറ്റ് സിനിമ ഗെയിം ചേഞ്ചർ ഇപ്പോഴത്തെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം സിനിമയുടേതായിട്ട് വന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിന്റെ കളക്ഷനിലേക്ക് പോലും സിനിമ ഇതുവരെയുള്ള കളക്ഷൻ അതല്ലെങ്കിൽ ഫൈനൽ കളക്ഷൻ പോലും എത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ 186 കോടിയായിരുന്നു. സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 182 കോടിയാണ്. അപ്പോൾ ഗ്ലോബൽ സ്റ്റാർ രാം ചരണിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മെഗാ ദുരന്തമായിട്ട് ഗെയിം ചേഞ്ചർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ നഷ്ടം സിനിമ നിർമ്മാതാവിനെ നേടിക്കൊടുത്തിരിക്കുകയാണ്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു സംക്രാന്തി റിലീസ് ചിത്രമായിരുന്നു ബാലയ്യ നായകനെത്തിയ ഡാക്കു മഹാരാജ്. സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 115 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലെ നല്ല വിജയമായി മാറിയിരിക്കുകയാണ്. അതേസമയം ബാലയ്യ രാം ചരൺ സിനിമകൾ ഉണ്ടായിരുന്നിട്ടും സംക്രാന്തി വിന്നറായിട്ട് മാറിയിരിക്കുന്നത് വെങ്കടേഷ് നായകനെത്തിയ സിനിമയാണല്ലോ. അത് സംക്രാന്തിക്ക് വസ്തുനം എന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ 200 കോടി കടന്നെങ്കിലും ഇതുവരെ ട്രാക്കസ് കളക്ഷനിലെ സിനിമ 200 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 186 കോടിയാണ്. ഈ വരുന്ന വീക്കെൻഡിൽ സിനിമ വമ്പൻ കളക്ഷൻ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്. മത ഗജരാജ എന്ന സിനിമയുടെ വിശാൽ നായകനെത്തിയ 12 വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 50 കോടി കളക്ഷൻ പോസ്റ്റർ വന്നെങ്കിലും ഇന്ത്യയിൽ മാത്രം റിലീസ് ചെയ്ത സിനിമയുടെ ഇതുവരെയുള്ള ഇന്ത്യൻ ഗ്രോസ് ട്രാക്കസ് കണക്കുകൾ പ്രകാരം 46 കോടിയിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിദിനം 1 കോടി കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ ഈ വീക്കെൻഡിൽ 50 കോടി കളക്ഷൻ നേടിയെടുക്കും. ഒരുപക്ഷെ ഓവർസീസ് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നല്ലൊരു കളക്ഷൻ സിനിമ നേടിയെടുത്തേനെ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ജയം രവി, നിത്യമേനോൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ പൊങ്കൽ റിലീസ് തമിഴ് ചിത്രം കാതലിക്ക നേരമില്ല എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമ 10 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. ജയം രവിയുടെ സമീപകാലത്തെ ഡീസന്റ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയാണ് കാതലിക്ക നേരമില്ലേ. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ രേഖാചിത്രം എന്ന ആസിഫ് അലി സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് പുറത്തു വരുമ്പോൾ ഇന്ന് പുതിയൊരു സിനിമ റിലീസ് ചെയ്തത് കൊണ്ടാകാം ഏറ്റവും കുറവ് കേരള ട്രാക്കിംഗ് ഇന്ന് സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം 22 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 16 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. എന്നാൽ 45 ലക്ഷത്തോളം കേരള ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 30 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 51 കോടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ രേഖാചിത്രത്തിന്റെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ അറിയാനായിട്ട്.